നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So first we will be studying about the resultant of force. So as we discussed, the resultant means നമുക്കൊരു n number of force ഉണ്ടായിരിക്കും. Maybe more than one. അത്രേ ഉള്ളൂ. More than one number of force ഉണ്ടെങ്കിൽ we have to find the net effect produced by that force. So that is called the resultant of that force. Suppose നമ്മളതിൽ രണ്ട് ഫോഴ്സുകളുണ്ട്. So I have one force in this direction and another force in this direction. Okay, the first one, the value of the first force is 10 Newton, and the value of the second force is 10 Newton. So we have to find out the resultant of these two forces. So നമുക്ക് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും. So two equal and opposite force acting in opposite direction. So ഇതിന്റെ resultant നമുക്ക് 0 നമുക്ക് പെട്ടെന്ന് predict ചെയ്യാൻ പറ്റും. Okay, and ഇതേപോലെ തന്നെ നമുക്ക് same direction, for example വരയ്ക്കുകയാണെങ്കിൽ, so I got a 10 Newton force in this direction, and again 20 Newton force in this direction. So what will be the resultant? So the resultant will be 30 Newton force in the towards right direction. So ഇത്രയുള്ള resultant എന്ന് പറയുന്നത്. ഇത് നമ്മൾ സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ ചില കേസുകളിൽ നമുക്ക് സെയിം ഡയറക്ഷൻ അല്ല, സപ്പോസ് അറ്റ് എൻ ആംഗിൾ, ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾ, സപ്പോസ് 30 ഡിഗ്രി 60 ഡിഗ്രി അല്ലെങ്കിൽ 120 ഡിഗ്രി, അങ്ങനെയൊക്കെ ഇൻക്ലൈൻ ആയിട്ട് നമുക്ക് കുറേ ഫോഴ്സുകൾ എക്സ്പീരിയൻസ് ചെയ്ത് വരും. ഞാൻ തൊട്ട് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫിഗർ കാണിച്ചു തന്നു. എ ട്രാഫിക് ലൈറ്റ് ഈസ് ഇൻക്ലൈൻഡ് മീൻസ് ഹാങ്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് 3 വയേഴ്സ്. അപ്പോൾ അതിലെ 3 വയറിലും ഓരോ ടൈപ്പ് ഫോഴ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് ദാറ്റ് ഫോഴ്സ്. അപ്പോൾ 3 ഫോഴ്സുകളും തമ്മിലുള്ള മേക്കിംഗ് ആംഗിൾ ഇറ്റ് മേ ബി ഒരിക്കലും അത് 0 അല്ല, ഒരിക്കലും അത് 180 അല്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് ദാറ്റ് ഫോഴ്സ്. ഓക്കെ, റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് a number of force PQ are the force acting on a particle, then it is possible to find a single force which could replace them. നമ്മൾ പറയുന്നു നമ്മളിൽ കുറേ ഫോഴ്സ് ഉണ്ട്, so we will be replacing with a single force which could replace them, which will produce ഈ നമുക്ക് നമ്മളിൽ നിന്ന് 3 ഫോഴ്സ് ആണ് PQR. ഈ 3 ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴും എന്താണോ റിസൾട്ടന്റ് നമുക്ക് കിട്ടിയത്, the same resultant should be produced by the single force, so which would produce the same effect as produced by all the given force. So we are provided with the n number of forces, and we will be finding out the resultant. The resultant is such that this is single force which can replace the given forces and which will produce the same effect by all the given forces. This single force is called the resultant. Okay, and the given forces are അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് നോർമലി നമ്മൾ റിസൾട്ടന്റ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് പി ക്യു ആർ കോൾഡ് കോമ്പണന്റ് ഫോഴ്സ്. പി ക്യു ആർ ഉണ്ടാക്കിയിട്ട് റിസൾട്ടന്റിന്റെ ഡെഫിനേഷൻ നമുക്ക് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ജസ്റ്റ് വാട്ട് ഈസ് റിസൾട്ടന്റ് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അങ്ങനെ എഴുതി പഠിക്കുക, മീൻസ് നോട്ടിൽ എഴുതണം, ബട്ട് നമുക്ക് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. നോട്ടിൽ നിങ്ങൾ എഴുതിയാൽ മതി. നമുക്ക് ചോദിക്കുന്ന കുറച്ച് ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ക്ലാസ്സിൽ എഴുതിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സ്. റിസൾട്ടന്റ് എന്ന് പറയുന്നത് 2-3 ഫോഴ്സിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കോമ്പോസിഷൻ മീൻസ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ റിസൾട്ടന്റ്, ദാറ്റ് ഈസ് കോൾഡ് കോമ്പോസിഷൻ. വി ആർ combining 2 or 3 forces and we are finding out the resultant. The method of finding the resultant is called the composition of forces. Okay, the method of finding the resultant is called composition of forces. കോമ്പോസിഷൻ പോലെ തന്നെ നമ്മൾ വേറൊരു വാക്കുകൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് കോൾഡ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഐ ഹാവ് 2 ഫോഴ്സസ് ഹിയർ, 1 ഫോഴ്സ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് 1 ഫോഴ്സ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ലെറ്റ് ഇറ്റ് ബി P and let it be Q. So resultant will be, I will be finding out the resultant like this. This is called resolution or composition of force. This is called composition of force. Resolution means this is our coordinate system, XY axis. This is our coordinate system. I got a force over here, so I have to resolve this force into X and Y axis. I have to resolve this force into X and Y axis. That is called the resolution of force. So composition means combining the force. Resolution means resolving the force. Okay.
നമ്മൾ ആ ടേംസ് മാത്രം പഠിച്ചിരിക്കുക. ഇതൊരിക്കലും ഡെഫിനേഷനായിട്ടോ ഒന്നും നമുക്ക് എക്സാമിന് അങ്ങനെ ചോദിക്കാത്ത കാര്യങ്ങൾ. ബട്ട് യു ഹാവ് ടു നോ വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ആൻഡ് വാട്ട് ഈസ് ദ കോമ്പോസിഷൻ എന്നുള്ള വാക്കിന്റെ മീനിങ് വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വിൽ ബി ഡീലിംഗ് വിത്ത് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ റിസൾട്ടന്റ് ഓഫ് എ ഫോഴ്സ്. നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡും ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്. അനലിറ്റിക്കൽ മെത്തേഡ് ആൻഡ് ഇറ്റ്സ് ഗ്രാഫിക്കൽ മെത്തേഡ്. Graphical method. So analytical means we will be using equations to find out the resultant of a force. In graphical means we will be drawing നമുക്ക് figures വരച്ചിട്ട് we can find the resultant of a force. That is called the graphical method. So in analytical methods we have two methods to study, and the first and the main method നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എഴുതി പഠിക്കേണ്ട ഒരു ഡെഫിനേഷനാണ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. അപ്പോൾ ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, ഈ പാരലോഗ്രാം എന്നുള്ള വാക്കിന് അതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പാരലോഗ്രാം എന്നുള്ള വാക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പാരലോഗ്രാം എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ ഷേപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആ പാരലൽ ആയിട്ടുള്ള opposite sides parallel quadrant നമ്മൾ parallelogram എന്ന് പറയും. So this is a parallelogram. So as the parallelogram law, നമ്മളിൽ രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി പാരലോഗ്രാം ലോ യൂസ് ചെയ്യാറ്. രണ്ട് ഫോഴ്സ് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരലോഗ്രാം ലോ യൂസ് ചെയ്യാറ്. ഫസ്റ്റ് വൺ P, സെക്കൻഡ് വൺ Q. ഓക്കെ. അപ്പോൾ ആസ് പെർ ദിസ് ലോ, ഇഫ് വി ക്യാൻ റെപ്രസെന്റ്, ഒരു മിനിറ്റ്, ഒരു രണ്ട് മൂന്ന് ആൾക്കാർ റിക്വസ്റ്റ് ജോയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഒരാളുള്ളൂ, പ്രണവ് മാത്രമേ. ഓക്കെ. സോ വി ഗോട്ട് ടു ഫോഴ്സ്. നമുക്ക് രണ്ട് ഫോഴ്സ് ഉണ്ട്. ഈ രണ്ട് ഫോഴ്സിനെ ഒരു പാരലോഗ്രാഫിന്റെ അഡ്ജസന്റ് സൈഡുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, if we can represent these two forces as the adjacent sides of a parallelogram, so I am representing like P and Q. Then the diagonal of this parallelogram will give us the resultant of these two forces. അപ്പോൾ നമ്മളിൽ രണ്ട് ഫോഴ്സ് ഉണ്ട്, പിയും ക്യൂ ഉണ്ട്. അപ്പോൾ നമ്മളൊരു പാരലോഗ്രാം വരച്ചിട്ട് ആ പാരലോഗ്രാമത്തിന്റെ രണ്ട് സൈഡുകൾ, അഡ്ജസ്റ്റന്റ് സൈഡുകളായിട്ട് നമ്മൾ ഈ രണ്ട് ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ the diagonal of the parallelogram will give us the resultant. അതാണ് നമ്മുടെ പാരലോഗ്രാം ലോ. എല്ലാവരും ബുക്കിൽ ഹെഡിങ് എഴുതിക്കോളൂ, പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. നോട്ട്ബുക്കിൽ എഴുതാം പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. എന്നിട്ട് എഴുതാം, if two forces acting simultaneously, on a particle, be represented in magnitude and direction. ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ പാരലോഗ്രാം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ സെയിം മാഗ്നിറ്റ്യൂഡിലും സെയിം ഡയറക്ഷനും വരച്ചാലേ ആ ഡയഗണലിന്റെ കറക്റ്റ് ലെങ്ത് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ അനലിറ്റിക്കലി ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാവുകയും ചെയ്യാം. ഗ്രാഫിക്കലി ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് മാഗ്നിറ്റ്യൂഡും കറക്റ്റ് ഡയറക്ഷനും വരയ്ക്കണം. ഓക്കെ. be represented in magnitude and direction by the two adjacent sides of a parallelogram, comma, their resultant may be represented in magnitude and direction by the diagonal of the parallelogram.
by the diagonal of the parallelogram. Comma, which passes through their point of intersection. നോർമലി വരും ഒരു പാരലോഗ്രാഫത്തിന്റെ രണ്ട് സൈഡായിട്ട് വരച്ചാൽ നോർമലി അതിന്റെ ഇന്റർസെക്ഷനിലൂടെ തന്നെയാണ് അത് പാസ് ചെയ്യുക. അപ്പോൾ മുന്നേയൊക്കെ നമുക്ക് ഇതിന്റെ ഇക്വേഷൻസിന്റെ ഡെറിവേഷൻ കൂടി എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കാറില്ല. എന്നിട്ട് എല്ലാവരും ഈ ഫിഗർ വരയ്ക്കാട്ടോ. ഈ ഫിഗർ അവിടെ സൈഡിൽ നല്ല ഭംഗിയായിട്ട് വരച്ചിരിക്കുക. ഈ ഫിഗർ ഇപ്പൊ നമ്മളൊരു ഫോഴ്സ് F1, ഒരു ഫോഴ്സ് F2, അത് തമ്മിൽ മേക്കിംഗ് ആംഗിള് തീറ്റ, റിസൾട്ടന്റ് R. ഈ ഫോഴ്സ് അവിടെ സൈഡിൽ വരയ്ക്കാം. മുന്നേക്ക് ഇതിന്റെ ഡെറിവേഷൻ അടക്കം ചോദിക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല, ബട്ട് നമുക്കൊന്ന് റഫായിട്ട് പറഞ്ഞു പോകാം ഡെറിവേഷൻ. ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വേഗം ഫിഗർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ആയെന്ന് പറയട്ടോ. കംപ്ലീറ്റ് ആയ ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് പറഞ്ഞാൽ മതി. കംപ്ലീറ്റ് ആയാല് ആ ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് പറഞ്ഞാൽ മതി. ഓക്കെ, കുറച്ച് ആൾക്കാരൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് കുറച്ച് സ്പേസ് ഇട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതായത് നമുക്ക് റിസൾട്ടന്റിന് ഒരു ഇക്വേഷൻ പഠിക്കാണ്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇത് ആ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തു എന്നുള്ള സ്റ്റെപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എനിക്കിപ്പോ ഈ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എഴുതുന്നത് വി ഹാവ് ടു ഫോഴ്സസ് F1 ആൻഡ് F2. രണ്ട് ഫോഴ്സിന്റെ F1 F2 എന്നുള്ള ഫോഴ്സ് റിസൾട്ടന്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ R എന്നുള്ള റിസൾട്ടന്റ് ഇക്വേഷൻ എനിക്ക് എഴുതണം. സോ വി ഗോട്ട് ആൻ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ F1 ആൻഡ് F2. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്. അപ്പോൾ R എന്നുള്ള ഡയഗണൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് R ക്യാൻ ബി, ഈ R ഡയഗണലായിട്ട് വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് കാണാൻ പറ്റും. ഈ R ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്കിവിടെ ഫിഗറിൽ കാണാൻ പറ്റും. നോർമൽ നമ്മൾ പാരലോഗ്രാമത്തിൽ അങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇല്ല. സോ നമ്മൾ പാരലോഗ്രാം റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. സോ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ODC എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റില്ലേ? ODC എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോൾ റിസൾട്ടന്റ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. R² = OD² plus DC² എന്ന് എഴുതാൻ പറ്റും. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ OD² plus DC² എന്ന് എഴുതാൻ പറ്റും. OD, ദിസ് ഡിസ്റ്റൻസ്, OD-നെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതുവരെ ഡിസ്റ്റൻസ് F1 ആണ്. ഇതൊരു ഡിസ്റ്റൻസ് F1 ആണ്. ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും നമുക്ക് നോക്കാം. ഇത് പാരലോഗ്രാം ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആണ്. ഇത് F2 ആണെങ്കിൽ ഇതും F2 ആയിരിക്കും. ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി അഗെയിൻ തീറ്റ. ഇപ്പോൾ പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ if this is F2, the opposite side also F2, and this angle is theta, this angle will be also theta. So ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് AD യുടെ ഡിസ്റ്റൻസ് നമുക്ക് ഫിഗറിന് എഴുതാൻ പറ്റും. AD യുടെ ഡിസ്റ്റൻസ് ഫിഗറിന് എഴുതാൻ പറ്റും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കാം. നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ചോദിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നാളെ ചോദിച്ചിട്ട് ഏതുവരെ എത്തി?
മുഹമ്മദ് റിയാസ് മൈക്കും വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് ആ ഡിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയും. അതായത് നമ്മുടെ AD എന്നുള്ള ഡിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയാൻ പറ്റും. മുഹമ്മദ് റിയാസ് വീഡിയോ ഓൺ ചെയ്തു. Okay. Can you tell the value for AD from that figure? അത് പറ്റില്ല, നമുക്ക് F1 F2 ടൈമിൽ പറയാൻ പറ്റുള്ളൂ. വേറെ AD വീഡിയോ വെച്ചില്ല. വേറെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ അവിടെ, ഞാൻ അതിനാണ് F2 മാർക്ക് ചെയ്തത്, ഒരു തീറ്റയും മാർക്ക് ചെയ്തത്. F2 തീറ്റയും വെച്ചിട്ട് പറയാൻ പറ്റും. F2 ഒന്നുകൂടി നോക്കി നോക്കിയാൽ ആ ഫിഗറിലേക്ക് ഒന്നുകൂടി നോക്കി നോക്കിയേ. F2 ADC എന്നുള്ള ട്രയാങ്കിൾ കാണണ്ട അവിടെ, ADC ട്രയാങ്കിൾ കാണണ്ട. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ? അതിന്റെ ഹൈപ്പോട്ടന്യൂസ് F2 ആണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ അഡ്ജസന്റ് സൈഡിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ ഹൈപ്പോട്ടന്യൂസിന്റെയും തീറ്റയുടെയും ഇൻ ടേംസ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് ആൻഡ് തീറ്റ. ഞാൻ വേറൊരു ഇക്വേഷൻ, വേറെ ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വേറെ ആ ട്രയാങ്കിളിൽ കോസ് തീറ്റയുടെ ഇക്വേഷൻ എന്താണ്? കോസ് തീറ്റ എന്തായിരുന്നു? കോസ് തീറ്റ പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലായിരുന്നു? CD ബൈ AC. ACക്ക് നമ്മൾ ഓൾറെഡി നമ്മളതിൽ വാല്യൂ ഉണ്ടല്ലോ. അത് സൈൻ തീറ്റയുടെ വാല്യൂ ആണ്. CD എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് അല്ലല്ലോ, ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഓക്കെ. അപ്പൊ കോസ് തീറ്റ എന്ന് പറയുന്നത് AD ബൈ F2 നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ എന്താ ചോദിച്ചേ? ADയുടെ വാല്യൂ എന്താന്ന് ചോദിച്ചു. അപ്പം എന്തായിട്ട് എഴുതാൻ പറ്റും? F2 കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. മുഹമ്മദ് റിയാസ് കഴിഞ്ഞാൽ മുഹമ്മദ് സാഹിൽ, please turn on your mic and camera. What is the value of CD? CD യുടെ വാല്യൂ എത്രയാണ്? ഇൻ ടേംസ് ഓഫ് F2 CD ന്റെ വാല്യൂ എത്രയാണ്? ഒന്നുകൂടി ഫിഗറിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുക. അഗെയിൻ നമുക്ക് ട്രയാങ്കിൾ കാണാം. ട്രയാങ്കിൾ ADC എന്നുള്ള ട്രയാങ്കിൾ കാണാലോ. അതിൽ സൈൻ തീറ്റയുടെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എന്താണ്? CAയുടെ വാല്യൂ എന്താണ് അവിടെ? F2. ഓക്കെ, F2 സൈൻ തീറ്റ, അതല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് F2 സൈൻ തീറ്റ. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസും കിട്ടി. F2 സൈൻ തീറ്റ. സോ ഐ ക്യാൻ റൈറ്റ് ദ റിസൾട്ടന്റ് ആസ് OD സ്ക്വയർ. OD സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? F1 പ്ലസ് F2 കോസ് തീറ്റ, ദാറ്റ് ഈസ് OD സ്ക്വയർ, പ്ലസ് DC സ്ക്വയർ അല്ലെങ്കിൽ CT സ്ക്വയർ എന്ന് പറയുന്നത് F2 സൈൻ തീറ്റ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് എന്ത് വരും? A പ്ലസ് ബി ഹോൾ സ്ക്വയർ, A സ്ക്വയർ പ്ലസ് B സ്ക്വയർ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2AB പ്ലസ് ഈ ടൈം കൂടി വരും F2 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ,
ഇതിലിപ്പോ f2² കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് cos square theta sin square theta ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആയിട്ട് കിട്ടും. അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും? f1² plus f2² plus 2f1 f2 cos theta. ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ. ഇതങ്ങനെ ചോദിക്കാറൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ എങ്ങനെ വന്നെന്ന് മനസ്സിലാക്കണം. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ള പഠിക്കാം. സോറി, എലക്ഷൻ ആണ്, വീടിന്റെ തൊട്ടടുത്ത റോഡുണ്ട്, ഇപ്പൊ പോവും. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ മനസ്സിലാക്കുക. f1² plus f2² plus 2f1 f2 cos theta. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യണം. മൊത്തം സ്റ്റെപ്പ് മൊത്തം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. f1² plus f2² plus 2f1 f2 cos theta എന്നുള്ള ഇക്വേഷൻ നമുക്ക് എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ f1 എന്ന് പറയുന്നത് ആദ്യത്തെ ഫോഴ്സ്, f2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫോഴ്സ്, ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സ്. അപ്പോൾ ഈ റിസൾട്ടന്റ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ മാർക്കും NB ഒക്കെ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. അത് പഠിക്കാം. ഓക്കെ, ഇത് റിസൾട്ടന്റ് ഇക്വേഷൻ. ഇതിന്റെ കൂടെ തന്നെ ചോദിക്കുന്ന ഒരു ഇക്വേഷൻ കൂടി നമുക്ക് ചോദിക്കും. ആംഗിൾ മെയ്ഡ് വിത്ത് ദ റിസൾട്ടന്റ്. ആംഗിൾ മെയ്ഡ് വിത്ത് റിസൾട്ടന്റ്. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് f1 മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഇവിടെ ആൽഫ എന്ന് കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് f1 എന്നുള്ള ഫോഴ്സ് റിസൾട്ടന്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ എന്ന് പറഞ്ഞിട്ട് അവര് മേക്ക് ചെയ്തേക്കുന്നത്. 1 മിനിറ്റ് ഇത് പൊക്കോട്ടെ. ഓക്കെ, പോയി. അപ്പോൾ നമുക്ക് റിസൾട്ടന്റ് ഇക്വേഷൻ പഠിക്കാണ്ട് അതിന്റെ കൂടെ തന്നെ ആംഗിൾ മെയ്ഡ് വിത്ത് റിസൾട്ടന്റ്. അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾ ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ ആംഗിൾ മെയ്ഡ് വിത്ത് ബൈ ദ f1 അല്ലെങ്കിൽ ആംഗിൾ മെയ്ഡ് ബൈ ദ f2 രണ്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നത് ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആംഗിൾ മെയ്ഡ് വിത്ത് f1 ആണ് നമ്മൾ എപ്പോഴും എഴുതിയിരിക്കുന്നത്. ആംഗിൾ മെയ്ഡ് വിത്ത് f1, അതായത് ആദ്യത്തെ ഫോഴ്സും റിസൾട്ടന്റും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. ഏത് ഫോഴ്സിനായിട്ടോ മേക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആൽഫ ഈസ് ദ ആംഗിൾ മെയ്ഡ് വിത്ത് f1 ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ സെക്കൻഡ് ഫോഴ്സ് ആണ് വന്നത് f2 sin theta ഡിവൈഡ് ബൈ f1 plus f2 cos theta ആണ് വന്നത്. നമുക്ക് രണ്ടും ചോദിക്കും. ആദ്യം നമ്മൾ പറയുന്നത് ആംഗിൾ മെയ്ഡ് വിത്ത് f1 ചോദിച്ചപ്പോൾ f2 sin theta ഡിവൈഡ് ബൈ f1 plus f2 cos theta എന്ന് എഴുതി. ഇത് തന്നെ തിരിച്ചു ചോദിക്കും. ആംഗിൾ മെയ്ഡ് വിത്ത് f2 ചോദിക്കും. അപ്പൊ നേരെ മാറും. ഇതിലിപ്പോ ഈ ക്വസ്റ്റനില് ആംഗിൾ മെയ്ഡ് വിത്ത് f2 ആണ് ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തെ ഫോഴ്സ് ആയിട്ട് റിസൾട്ടന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ന്യൂമറേറ്ററിൽ ഫസ്റ്റ് ഫോഴ്സ് വന്നു f1 sin theta ഡിവൈഡ് ബൈ f2 plus f1 cos theta. അപ്പൊ ഇക്വേഷൻ സെയിം ആണ്. ഏത് ഫോഴ്സിനെ ആയിട്ടാണോ മേക്ക് ചെയ്യുന്നത് ആ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് രണ്ടാമത്തെ ഫോഴ്സ് ആയിരിക്കും ന്യൂമറേറ്ററിൽ വരിക. ന്യൂമറേറ്ററിലും സൈൻ തീറ്റയും കോസ് തീറ്റയും കൂടെ വരുന്നത് രണ്ടാമത്തെ ഫോഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ പഠിക്കാവുന്ന റിസൾട്ടന്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ആംഗിൾ മെയ്ഡ് വിത്ത് റിസൾട്ടന്റ്. അപ്പൊ അതിൽ ഏത് ഫോഴ്സ് ആണ് ചോദിക്കുന്നതെന്ന് വെച്ചിട്ട് ആ ഫോഴ്സ് വെച്ച് പറയണം. ഫസ്റ്റ് ഫോഴ്സ് ചോദിച്ചാൽ സെക്കൻഡ് ഫോഴ്സ് ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡ് ബൈ ഫസ്റ്റ് ഫോഴ്സ് പ്ലസ് സെക്കൻഡ് ഫോഴ്സ് ഇൻറ്റു കോസ് തീറ്റ. സെക്കൻഡ് ഫോഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫോഴ്സ് ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡ് ബൈ സെക്കൻഡ് ഫോഴ്സ് പ്ലസ് ഫസ്റ്റ് ഫോഴ്സ് ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ എഴുതിക്കുക. ഇക്വേഷൻ ഫ്രം റിസൾട്ടന്റ് നോട്ട്ബുക്കിൽ എഴുതിക്കുക. ആൻഡ് ആംഗിൾ മെയ്ഡ് വിത്ത് റിസൾട്ടന്റ്. ആംഗിൾ മെയ്ഡ് വിത്ത് റിസൾട്ടന്റ് നമുക്ക് വേണമെങ്കിൽ ഇത് ടാൻ ബീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കാം. രണ്ട് ആൽഫ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അത് ഞാനിവിടെ ബീറ്റ എന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾ വരച്ച ഇക്വേഷനിൽ ബീറ്റ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. രണ്ട് ആൽഫ വന്നിട്ടെങ്കിൽ നോട്ട് ഓർന്ന് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. ഒരു വെറൈറ്റിക്ക് എഴുതി മാത്രം. രണ്ട് ആൽഫ എഴുതിയിട്ട് മനസ്സിലാക്കിയിട്ട് രണ്ട് ആൽഫ എഴുതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ടാൻ ബീറ്റ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതി വയ്ക്കുക. റിസൾട്ടന്റ് ഇക്വേഷനും അതേപോലെ തന്നെ ആംഗിൾ മെയ്ഡ് വിത്ത് റിസൾട്ടന്റ് ഇക്വേഷനും എഴുതി വയ്ക്കുക. രണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ഭയങ്കര സിമ്പിൾ ആയിരിക്കും.
സെക്കൻഡ് പ്രോബ്ലം മുതൽ നമ്മൾ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന മോഡലിൽ പ്രോബ്ലത്തിക്ക് പോകും. ഫസ്റ്റ് പ്രോബ്ലം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് ആൻസർ പറഞ്ഞു തരുന്നത്. ഈ ക്വസ്റ്റൻ എഴുതി കഴിഞ്ഞാൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിക്ക് പോകാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ പറയണതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ക്ലാസ്സിനെ മീൻസ് ബ്ലോക്ക് ചെയ്തിട്ട് ചോദിക്കാൻ നോ പ്രോബ്ലം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് ചോദിക്കാൻ നോ പ്രോബ്ലം. അതുപോലെ PPT എങ്ങനെ പോവുക അല്ലെങ്കിൽ കണക്ഷൻ പോവൊക്കെ ഉണ്ടായാലും എൻ്റെ ഫോണിലൊന്ന് വിളിച്ചോളൂ. നമ്മൾ ഇന്ന് പഠിച്ച ലോന്റെ പേരാണ് പാരലോഗ്രാം ലോ. പാരലോഗ്രാം ലോ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ to find the resultant of two forces. രണ്ട് ഫോഴ്സിന് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാരലോഗ്രാം ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. അപ്പോൾ പഠിച്ചിട്ട് വരണം. കഴിഞ്ഞ ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഡൺ വന്നു. ഒരു 10 ഡൺ വരട്ടെ. ഓക്കെ, ഒരു ഇതെല്ലാവരും എഴുതി കഴിഞ്ഞു. അപ്പോൾ വിൽ ഗോ ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇത് ഞാൻ ക്ലാസ്സിൽ ചെയ്യില്ല, കാരണം ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട്. ഓക്കെ, ടു ഫോഴ്സസ് 100 Newton and 150 Newton acting simultaneously at a point. What is the resultant of these two forces if the angle between them is 45 degree? അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതണ്ട, കാരണം തൽക്കാലം നമ്മളിപ്പോൾ വേഗം ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാണല്ലോ. ആൻസർ മാത്രം എഴുതിയാൽ മതി. നോട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഇപ്പം നമ്മളിപ്പോൾ റഫായിട്ട് ഇങ്ങനെ വേഗം ചെയ്തു പോലെ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയം നമ്മൾ അതിന് എടുക്കുന്നില്ല. ജസ്റ്റ് ഫൈൻഡ് ദ ആൻസർ. ആൻസർ മാത്രം നമ്മൾ എഴുതി പോകാം. ഓക്കെ, അപ്പോൾ വേഗം ചെയ്യാം. ഐ വിൽ ഗിവ് യു 2 minutes. 2 minutes ഒന്നും ആവശ്യമില്ല. ആൻസർ കിട്ടിയാൽ ചാറ്റ് ബോക്സ് യെസ് എന്ന് പറയാം. ആരുടെയെങ്കിലും ഒരാളടുത്ത് ഞാൻ ചോദിക്കും. ആഫ്റ്റർ 2 minutes ഫൈൻഡ് ദ ആൻസർ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മളതിൽ ഇക്വേഷൻ ഉണ്ട്. എല്ലാ വാല്യൂസും ഗിവൺ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നോ പ്രോബ്ലം. സംശയം വരാൻ യാതൊരു ചാൻസും ഇല്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് പഠിച്ച ഇക്വേഷൻ ആണ്. സുഖമായിട്ട് ചെയ്യാം. കഴിഞ്ഞോ പ്രതീക്ഷിക്കണോ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞൊരു ഡണ്ണോ യെസ്സോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടെങ്കിലൊക്കെ ചോദിക്കായിരുന്നു. കഴിഞ്ഞില്ല? സോ വേഗമായിക്കോട്ടെ. സോ ആക്ച്വലി 2 minutes കംപ്ലീറ്റ് ആയി. കഴിഞ്ഞില്ലേ? നമുക്ക് ചോദിക്കാം. മുഷറഫ് KK, please turn on your mic and camera. കാണാനില്ല, വിസിബിൾ അല്ല.
മുഷഫ് നമുക്ക് എന്താണ് ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ എന്താണ്? R is equal to okay, very good. What is the value of F1? What is the value of F1? 100 ആണ്. What is the value of F2? 150 ആണ്. 150. Okay, what is the value of theta? 45. കാൽക്കുലേറ്റർ ഇല്ലേ മുഷഫിന്റെ കയ്യില്? ആൻസർ എത്രയാണ്? ആൻസർ എത്രയാണ്? മുഷഫ് സൈലന്റ് ആയാലോ? ഓക്കെ, വൈറൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന് ആൻസർ കിട്ടിയാ? ഓക്കെ, ഞാനിവിടെ പറയാം. ഓക്കെ, താങ്ക് യു മുഷഫ്. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ അതിന്റെ ഗിവൺ വാല്യൂസ് എടുത്ത് എഴുതണം. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യണതിന്റെ മെത്തേഡ് പറയുന്നതാണ്. ആദ്യം നമ്മൾ അതിന്റെ ഗിവൺ വാല്യൂസ് എടുത്ത് എഴുതും. നമ്മൾ F1ന്റെ വാല്യൂ 100 ന്യൂട്ടൺ എഴുതി, F2ന്റെ വാല്യൂ 150 ന്യൂട്ടൺ എഴുതി, ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 45 ഡിഗ്രി എഴുതി. ദിസ് ഈസ് ദ ഗിവൺ വാല്യൂസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ എഴുതും. നമ്മൾ ആവശ്യമുള്ള ഇക്വേഷൻ എന്താ? റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 cos θ. ഇനി അതിനുശേഷം we will be substituting the values. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റിസൾട്ടന്റ് ഇക്വേഷൻ എഴുതി F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 cos θ. ഓക്കെ, എന്നിട്ട് we will be substituting the value 100 square plus 150 square plus 2 into F1 into 100 into 150 into cos 45. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് എല്ലാം ന്യൂട്ടണിലായതുകൊണ്ട് റിസൾട്ടന്റ് യൂണിറ്റും ന്യൂട്ടണിലായിരിക്കും. അപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ ഉള്ള കാൽക്കുലേറ്റർ മീൻസ് 82 MS ഒക്കെ ആയിരിക്കും, വേറെ പുതിയത് പഠിച്ചിട്ടില്ലെങ്കിൽ. അതിൽ ചിലപ്പോൾ എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ 2-3 സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടി വരും. 100 സ്ക്വയർ പ്ലസ് ഇതെല്ലാം കൂടി ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. അത് ആൻസർ കിട്ടിയിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് 232 ന്യൂട്ടൺ എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഓരോന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട. 82 MS ഇത്രയും സ്റ്റെപ്പ് ഒറ്റ സ്റ്റേജിൽ ചെയ്യാം. 100 സ്ക്വയർ പ്ലസ് 150 സ്ക്വയർ പ്ലസ് 2 into 100 into 150 into cos 45 എന്ന് ഒറ്റ സ്റ്റെപ്പിൽ അടിക്കാൻ പറ്റും. എന്നിട്ട് ആൻസർ കിട്ടും. ആൻസറിനെ റൂട്ട് എടുത്താൽ 232 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, 231.75. ഓക്കെ, that can be rounded into 232. കുഴപ്പമില്ല, അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നോ പ്രോബ്ലം. റൗണ്ട് ചെയ്യുന്നതാണ്, കാരണം cos 45 എന്നുള്ള വാല്യൂ നമുക്ക് മീൻസ് അവർ റൗണ്ട് ചെയ്തിട്ട് 0.707 എന്നുണ്ട്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു എല്ലാവർക്കും കുഴപ്പമില്ലാണ്ട് കിട്ടും. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവലിൽ. 2 forces act at an angle 120 degree and the bigger force is 40 Newton. The resultant is perpendicular to the smaller one. Find the smaller force. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, കുറച്ച് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് റഫായിട്ട് വരച്ചു നോക്കണം. ഓക്കെ, ഞാനിവിടെ വരയ്ക്കാം. ഒരു ഫോഴ്സ് ഇത് വരച്ചു. സെക്കൻഡ് ഫോഴ്സ് ഈസ് ആക്ടിങ് അറ്റ് 120 ഡിഗ്രി. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി ലൈൻ. അപ്പോൾ ലെസ് ദാൻ 90 ആണ് ഇങ്ങോട്ട് വരും, ഗ്രേറ്റർ ദാൻ 90 ആണ് ഇങ്ങോട്ട് വരും. സോ ഐ വിൽ ബി drawing like this. So such that the angle between them is 120 degree. പറഞ്ഞിട്ടുണ്ട്, one force is smaller, another force is larger. Bigger force is 40 Newton. അങ്ങനെ ഇതിന് ഞാൻ 40 Newton എന്ന് പേര് കൊടുത്തു. Okay, and then they had told that the resultant is perpendicular to the smaller one. ഇതാണ് സ്മോളർ ഫോഴ്സ്. അതിന് പെർപെൻഡിക്കുലർ ആണ് റിസൾട്ടന്റ്. അപ്പോൾ ഇതാണ് സ്മോളർ ഫോഴ്സ്. സ്മോളർ ഫോഴ്സ് ആയിട്ട് റിസൾട്ടന്റ് വിൽ മേക്ക് an angle 90 degree. That is the meaning of perpendicular. Then resultant, and they have given this angle is 90 degree.
അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ 120 എന്നറിയാം, ഈ ആംഗിൾ 90 എന്നറിയാം. ദിസ് ആംഗിൾ വിൽ ബി 30 ഡിഗ്രി. Again we can construct a parallelogram. നമുക്കൊരു പാരലോഗ്രാം ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഒരു ഫിഗർ നമുക്ക് വരയ്ക്കാനുള്ള ഇമാജിനേഷൻ പവർ വേണം. അത് തന്നുണ്ട്, രണ്ട് ഫോഴ്സ് തന്നുണ്ട് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ 120 ഡിഗ്രി. നമ്മൾ ഇതുവരെ വരച്ച പാരലോഗ്രാം എല്ലാം രണ്ട് ഫോഴ്സ് നമ്മൾ മേക്കിംഗ് ആൻ ആംഗിൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ F2 F1 F2 നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ് ഈസ് ലെസ് ദാൻ 90. ഇതിൽ 120 എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വരച്ചത്. ഇതും ഒരു പാരലോഗ്രാം ആണ്. ഓക്കെ, ആൻഡ് ദ ബിഗ്ഗർ ഫോഴ്സ് ഈസ് 40. അപ്പൊ അതിലത്തെ ബിഗ്ഗർ ഫോഴ്സ് ഞാൻ 40 എന്ന് പേര് കൊടുത്തു. ആൻഡ് റിസൾട്ടന്റ് മേക്സ് പെർപെൻഡിക്കുലർ ടു സ്മോളർ വൺ. സ്മോളർ വണ്ണിന് പെർപെൻഡിക്കുലർ റിസൾട്ടന്റ് വരച്ചു. ഫൈൻഡ് ദ സ്മോളർ ഫോഴ്സ്. അപ്പൊ ഇതിൽ നമുക്ക് സ്മോളർ ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ അവർ തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാ? തീറ്റ തന്നുണ്ട്, തീറ്റ 120 തന്നുണ്ട്, തീറ്റ 120 തന്നുണ്ട്. ഈ 30 ഡിഗ്രി എന്താ സാധനം? വാട്ട് ഇസ് ദിസ് 30 ഡിഗ്രി? ആ 30 ഡിഗ്രി എന്താണ് എലമെന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അടുത്ത ആരെ നമുക്ക് ചോദിക്കാം. മുഷറഫ് കഴിഞ്ഞാൽ എവിടെ? മുഷറഫ്, നന്ദകിഷോർ. Please turn on your mic and camera. What is that 30 degree? നമ്മുടെ ഇപ്പോൾ വരച്ചതിൽ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് സാധനം? നമ്മൾ ആദ്യം വരച്ച റഫറൻസ് ഫിഗർ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് 30 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് എലമെന്റ് ആണ് നോക്കുക. നമ്മൾ ഓൾറെഡി ഒരു പാരലോഗ്രാം ലോ വരച്ചപ്പോൾ ഒരു ഫിഗർ വരച്ചില്ലേ, അതിലൊരു എലമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എലമെന്റും 30 ഡിഗ്രി വേണ്ടി കമ്പയർ ചെയ്തിട്ട് 30 ഡിഗ്രി ഏത് എലമെന്റ് എന്ന് പറയാം. ആൽഫ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ നമ്മുടെ റഫറൻസ് ഫിഗർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 30 ഡിഗ്രി എന്ന് പറയുന്നത് ആൽഫയുടെ വാല്യൂ ആണ് അവർ തന്നേക്കുന്നത്. ആൽഫ ഇസ് ഗിവൺ ആസ് 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് അതായത് 40 ഡിഗ്രി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ എന്നുണ്ട്. നമ്മളതിൽ അറിയാം ടാൻ ആൽഫയുടെ ഇക്വേഷൻ അറിയാം. ടാൻ ആൽഫ ഇസിക്കൽ ടു ഏത് F1 ആയിട്ട് 14 ആയിട്ട് മേക്ക് ചെയ്യാനാണെങ്കിൽ ഇത് ഞാൻ P എന്ന് കൊടുത്തു. 40 ആയിട്ടാണ് മേക്ക് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് 40 ഡിഗ്രി ആയിട്ടാണ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്കിൽ മറ്റേത് ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡ് ബൈ 40 പ്ലസ് കോസ് തീറ്റ. ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, ഇത് എത്രയൊക്കെ വാല്യൂസ് നമുക്ക് തന്ന വാല്യൂസ്. ഇതിൽ നമുക്ക് സെക്കൻഡ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന 30 ഡിഗ്രി ആൽഫയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഇതിന്റെ മെയിൻ തിങ്. പിന്നെ നമുക്ക് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ ഗിവൺ വാല്യൂസ്. F1 angle is given as 120 degree, F1 is 40 degree, and F2 making angle 90 degree. നമുക്ക് ആവശ്യമുള്ള ഫിഗർ വരച്ചു. മേക്കിംഗ് ആൻ ആംഗിൾ 90 ഡിഗ്രി വിത്ത് ദ റിസൾട്ടന്റ് നമ്മൾ ടാൻ ആൽഫ ഇക്വേഷൻ എഴുതി. സോ ദിസ് ഈസ് ദ വാല്യൂ ആൽഫ. ഓക്കെ, ടാൻ ആൽഫ എന്ന് പറയുന്നത് F2 ആയിട്ട് മീൻസ് F1 ആയിട്ട് P ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ടാൻ ആൽഫ കൊണ്ട് മാർക്ക് ചെയ്തത്. അതായത് F2 എന്ന് പറയുന്നത് ഇതിൽ Q ആണ്. Q sin theta divided by 40 plus Q cos theta. ഇതിൽ F2 എന്ന് പറയുന്നതാണ് Q, F1 എന്ന് പറയുന്നതാണ് P. ഓക്കെ, tan ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ മെയ്ഡ് വിത്ത് F1. ഓക്കെ, 40 ഡിഗ്രിനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. നമ്മൾ മറ്റു കഴിഞ്ഞാൽ ബീറ്റയാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ ആൽഫയാണോ ബീറ്റയാണോ നോക്കിയിട്ട് ഇപ്പോൾ 40 ആയിട്ടാണ് മേക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ നെക്സ്റ്റ് എലമെന്റ് ആയിരിക്കും ന്യൂമറേറ്ററിൽ വരിക. ഡിനോമിനേറ്ററിൽ നെക്സ്റ്റ് എലമെന്റ് കോസ് കോമ്പണന്റ് പ്ലസ് ഫസ്റ്റ് എലമെന്റ്. അങ്ങനെ ആ ഫോർമേഷൻ ഓർത്ത് വയ്ക്കാം. സോ നമുക്ക് എഴുതാൻ പറ്റും ടാൻ 30 ഈസിക്കൽ ടു F2. F2ന്റെ വാല്യൂ നമുക്ക് അറിയില്ല, അതാണ് നമ്മുടെ സ്മോളർ ഫോഴ്സ് Q ആണ് പറയുന്നത്. Q cos theta divided by again Q cos theta, Q sin theta divided by 40 plus Q cos theta. അപ്പോൾ ടാൻ 30 അറിയാം, 40 അറിയാം, ആകെ കൂടി ഒരു അൺനോൺ എന്ന് പറയുന്നത് F2 ആണ്. ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കമ്പയർ ചെയ്യുമ്പോൾ F2 മാത്രമാണ് അൺനോൺ ആയിട്ട് വരുന്നത്.
ഇത് സോൾവ് ചെയ്താൽ നമുക്ക് F2ന്റെ വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്യാം. അതായത് tan 30യുടെ വാല്യൂ എഴുതാം, ന്യൂമറേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുള്ളതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബാക്കി ഈ F2നെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. ആൻഡ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ F2ന്റെ വാല്യൂ 40 കിട്ടും. സോറി, F2ന്റെ വാല്യൂ 40 കിട്ടും, F2ന്റെ വാല്യൂ 20 കിട്ടും. ഓക്കെ, ഇതൊന്ന് എഴുതിയിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് ആയിക്കോളി മനസ്സിലാക്കാനുള്ളത് ഈ ആൽഫ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് ഇതിന് മനസ്സിലാക്കിയത്. കാരണം ആൽഫ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടായിരിക്കും എക്സാമിന് പോകേണ്ടത്. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സാമിന് തന്ന വാല്യൂസ് നമ്മൾ ആൽഫ ഒന്ന് ഐഡന്റിഫൈ ചെയ്യൽ മാത്രമാണ് ഇതിലൊരു ട്രിക്ക് ഇരിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് അതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്തോളൂ. പിന്നെ ഞാൻ ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് ക്ലാസ് റൂമിൽ ആഡ് ചെയ്തിടാം. നാളെ ക്ലാസ്സിന് മുന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഈവനിങ് ആവുന്നതിന് മുന്നേ ഞാൻ ആഡ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ അറ്റൻഡൻസിൻ്റെ ലിങ്ക് ഇവിടെ ഇടാം, ചാറ്റ് ബോക്സിൽ ഇടാം. ആ ലിങ്കിൽ കയറി അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ എക്സിറ്റ് ആയി പോക്കോളൂ. പ്രോബ്ലം ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല വെച്ചെങ്കിൽ ആ പ്രോബ്ലം എഴുതിയെടുത്തിട്ട് അറ്റൻഡൻസിൻ്റെ ലിങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആയിട്ട് പോകാം.